we are concerned with the poem If, a didactic poem, as I told you. ഓർമ്മയുണ്ടല്ലോ കവിതയെ പറ്റി പറഞ്ഞതൊക്കെ. It suggests the idea of conditional fulfillment, where the poet describes the traits of a perfect man. What are the traits of a perfect man? എന്തൊക്കെയായിരിക്കാം ഒരു പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ ഒരു ജെന്റിൽമാൻ? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ജെന്റിൽമാൻ? എന്തൊക്കെ ചേർന്നാൽ ഒരു ജെന്റിൽമാൻ ആവും? എന്തൊക്കെയാണ് ജെന്റിൽമാന്റെ ക്വാളിറ്റീസ്? അതിൽ 3 സ്റ്റാൻസേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി ഒരു സ്റ്റാൻസയും കൂടെ ആവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും പോയം. ആദ്യത്തെ സ്റ്റാൻസ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. If is a didactic poem by Rudyard Kipling. It teaches something, that is why we said so. It is a didactic poem. It teaches something. It instructs us. It is about the qualities that are needed, qualities that makes a perfect gentleman. The poet begins in, I will just read the first 3 stanzas and then we can deal with the 3rd stanza in detail. If you can keep your head when all about you are losing theirs and blaming it on you. Or Mendelo, self-confidence is needed as far as a gentleman is concerned. Self-confidence. The poet, at the very beginning of the poem itself, stresses the need and beauty of self-confidence in life. If you can keep your head, നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, when all about you are losing theirs, നിങ്ങളോടൊപ്പം ഉള്ളവരൊക്കെ തലകുനിച്ച് നിൽക്കുന്ന സമയത്തും, and blaming it on you, നിങ്ങളെ കുറ്റം പറയുന്ന സമയത്തും നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ജെന്റിൽമാൻ ആകാനുള്ള ഒരു ക്വാളിറ്റി നിങ്ങളിലുണ്ട്. If you can trust yourself when all men doubt you, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ, എല്ലാവരും നിങ്ങളെ സംശയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ജെന്റിൽമാൻ ആകാനുള്ള ഒരു ക്വാളിറ്റി ആയി. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിംഗ് ടു. പക്ഷെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ സംശയിക്കുന്നതെന്ന് ചിന്തിച്ചിരിക്കണം. If you can wait and not be tired by waiting, just like the book of Job, just like Job, or if you have the capacity to wait, capacity to do nishkama karma, for example, നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രവർത്തികൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, or being lied about, don't deal in lies even when people tell lies about you. നിങ്ങളെപ്പറ്റി ആൾക്കാർ കിംവദന്തികൾ പ്രചരിപ്പിച്ചെന്നിരിക്കാം, പക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ള സെന്റൻസുകൾ ഒന്നും ഉപയോഗിക്കത്തില്ല. People may hate you, or being hated don't give way to hating. നിങ്ങളെ ആൾക്കാർ വെറുത്തേക്കാം, പക്ഷെ നിങ്ങൾ ആരെയും വെറുക്കുന്നില്ല. And it don't look too good nor talk too wise. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് എന്ത് കാണുന്നു? ഹ്യൂമിലിറ്റി, വിനയം കാണും. നിങ്ങൾ വിനയമുള്ള വ്യക്തിയായി തുടരുകയും ചെയ്യും. അപ്പോഴേ നിങ്ങളൊരു ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റാൻസ. ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തെ ക്ലാസ് നേരത്തെ പറഞ്ഞതാണ്. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്ത് പറയുന്നു? If you can dream and not make dreams your master. All must have dreams, but we must not allow the dreams to be our masters. Dreams must be our slaves. അപ്പോൾ സ്വപ്നങ്ങൾ കാണാനുള്ള കഴിവ് വേണം എന്ന് വിചാരിച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്വപ്നങ്ങളെ മാസ്റ്റർ ആക്കരുത്. നിങ്ങൾക്ക് ചിന്തകൾ വേണം. If you can think and not make thoughts your aim. ചിന്തകൾ വേണം, ചിന്തകളല്ല. ചിന്തകൾ നിങ്ങൾ എന്താക്കി മാറ്റണം? പ്രവർത്തികളാക്കി മാറ്റണം. If you can meet with triumph and disaster, ഓർത്തു വെച്ചോളണം, triumph and disaster, success and failure, and treat those 2 imposters just the same. ഇത് രണ്ടും imposters ആണ്, cheaters ആണ്. These imposters just the same. വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ നോക്കിക്കാണാൻ കഴിയണം. Just the same. If you can. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ജെന്റിൽമാൻ ആകാനുള്ള ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്. If you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. നിങ്ങൾ പറഞ്ഞ സത്യങ്ങളെ ചില റാസ്കലുകൾ വളച്ചൊടിച്ചേക്കാം. എന്തിനു വേണ്ടിയാണ്? ഫൂൾ, സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി. അപ്പോഴും നിങ്ങൾ അത് സഹിക്കാൻ തയ്യാറാവണം. Or watch the things you gave your life to broken. നിങ്ങൾ ജീവിതം തന്നെ ചിലവഴിച്ച്, നിങ്ങളുടെ ജീവിതം തന്നെ അർപ്പിച്ച് നേടിയെടുത്ത ചിലത് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തകർന്നു കിടക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് ഓൺ ഔട്ട് ടൂൾസ്. ആ പഴഞ്ചൻ തേഞ്ഞുപോയ ആയുധങ്ങളൊക്കെ എടുത്ത് നിങ്ങളത് വീണ്ടും പടുത്തുയർത്തിയാൽ
നിങ്ങൾക്ക് എന്താവാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ജെന്റിൽമാൻ ആകാം. തേർഡ് സ്റ്റാൻസയിൽ എന്ത് പറഞ്ഞു? ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഇൻ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് റൂസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങളുടെ സകല നേട്ടങ്ങളും ഒരുമിച്ചാക്കി നിങ്ങൾക്ക് അപകടത്തിൽപ്പെടുത്താനുള്ള ധൈര്യമുണ്ടെങ്കിൽ, ഒരു പിച്ച് ആൻഡ് റൂസിൽ ഇറക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, വീണ്ടും തുടങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ. നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നഷ്ടത്തെ പറ്റി നിങ്ങൾ ഒരു കണക്കും പറയുന്നില്ല. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിനിയു, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ മസിലുകളെ, നിങ്ങളുടെ കായിക ശേഷിയെ, ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ, അവയൊക്കെ ഉപയോഗശൂന്യമായി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അവയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ, അതിനെയൊക്കെ ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ, when there is nothing in you except the will which says to them hold on, സത്യത്തിൽ നിങ്ങൾ എല്ലാ രീതിയിലും ദുർബലനാണ്. പക്ഷെ നിങ്ങൾ മനക്കരുത്ത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു ജെന്റിൽമാനാണ്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത്. Now, the last stanza. If you can talk with the crowds and keep your virtue, or walk with the kings, nor lose the common touch, if neither foes nor loving friends can hurt you, if all men count with you, but none too much, if you can fill the unforgiving minute with the 60 seconds worth of distance run, yours is the earth and everything that is in it, and which is more, you will be a man, my son. This is the last stanza. The last stanza of the poem. If you can talk with the crowds and keep your virtue, if you can talk with crowds, if you can talk, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, ഇടപെടാൻ കഴിയുമെങ്കിൽ, ആരുമായിട്ടാണ്? ക്രൗഡ്സ്, ഫൂൾസ്, ഫൂളിഷ് പീപ്പിൾ. ക്രൗഡ് എന്ന വാക്കിന് യഥാർത്ഥത്തിൽ ജനക്കൂട്ടം എന്നാണ് അർത്ഥം. ബട്ട് ക്രൗഡ് നാച്ചുറലി സ്റ്റാൻഡ്സ് ഫോർ ഫൂളിഷ് ഗ്രൂപ്സ്. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു ഗുഡ്നെസ്, നിങ്ങളുടെ നന്മകൾ നിലനിർത്താൻ എന്നിട്ടും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, if you can talk with the crowds, if you can talk with the common man, if you can talk with the layman, ordinary man, സാധാരണക്കാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും ഇടപഴകാനും കഴിയുന്നുണ്ട്. and keep your virtue, but you keep your virtues, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വെർച്യൂസിനെ കീപ്പ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ നന്മയെ കീപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ. or walk with the kings, walk with the kings, noble persons, ഉദാത്ത വ്യക്തികളോടൊപ്പമാണ് നിങ്ങൾ നടക്കുന്നത്. nor lose the common touch, എന്നാൽ നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തുന്നില്ല? lose the common touch, സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് വിചാരിക്കുക. nor lose the common touch, you have the quality of a gentleman. അപ്പോഴൊരു ജെന്റിൽമാൻ എങ്ങനെയായിരിക്കണം? ഫോർത്ത് സ്റ്റാൻസയിൽ എന്ത് പറയുന്നു നോക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? if you can talk with the crowds, നിങ്ങൾക്ക് ജനക്കൂട്ടം, അതായത് വെറും സാധാരണക്കാരുണ്ടല്ല, കുറഞ്ഞ ആൾക്കാർ, അവരുമായിട്ട് സംസാരിക്കാൻ കഴിയണം. പക്ഷേ നമ്മളുടെ ഗുഡ് ക്വാളിറ്റീസ്, വെർച്യൂസ് അവിടെ തന്നെ നിൽക്കുകയും വേണം. എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ്, ദർ ഇസ് എ സേയിങ്. ഒരു മനുഷ്യനെ അയാളുടെ കമ്പനി വെച്ച് നമുക്ക് പറയാം, അയാളുടെ ഫ്രണ്ട്സിനെ വെച്ച് പറയാം. കാരണം ഫ്രണ്ട്സ് വിൽ ഇൻഫ്ലുവൻസസ്. നമ്മൾ ആരോടൊപ്പമൊക്കെയാണോ നടക്കുന്നത് അവര് നമ്മളെ സ്വാധീനിക്കുമല്ലോ. if we are talking and if we are spending time with the common people, വെറും സാധാരണക്കാരോടൊപ്പമാണ് നമ്മൾ സമയം ചിലവഴിക്കുന്നതെങ്കിൽ there is a tendency to become a common man, ഒരു സാധാരണക്കാരനായിട്ട് നമ്മൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോഴ് നമ്മളുടെ ഗുണങ്ങൾ ചിലപ്പോ പോവും. if you spend our time with liars, നമ്മളുടെ സമയം മൊത്തം കള്ളന്മാരും കള്ളികളോടൊപ്പമാണ് ചെലവഴിക്കുന്നതെന്ന് വിചാരിക്കുക. there is a possibility that we may become a liar. ഒരു സാധ്യതയുണ്ട്, നമ്മളും ചിലപ്പോൾ എന്തായി മാറും? ഒരു കള്ളനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴ് നിങ്ങൾ വെറും സാധാരണക്കാരോടൊപ്പം, കൊള്ളാത്ത സ്വഭാവമുള്ളവരോടൊപ്പം നടക്കുക. പക്ഷെ നിങ്ങളുടെ വെർച്യൂസ്, ഗുണങ്ങളൊന്നും നഷ്ടപ്പെടരുത്. വാക്ക് വിത്ത് കിങ്സ്, ഉദാത്തരായ ആൾക്കാരോടൊപ്പം നടന്നോളൂ. പക്ഷെ സാധാരണക്കാരും ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കണം.
സാധാരണക്കാരും ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ എന്താവരുത്, അർദ്ധരാത്രി കുട പിടിക്കുന്ന വ്യക്തിയെ പോലെ ആകരുത്. അപ്പോഴ് നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ്, സാധാരണക്കാരുമായി സംസാരിച്ച് നടക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. ആൻഡ് കീപ് യുവർ വെർച്യു, എന്നാൽ ആ ഗുണങ്ങളെ കീപ്പ് ചെയ്യാൻ, നിങ്ങളുടെ നന്മകളെ, ഗുഡ്നെസ്സിനെ കീപ്പ് ചെയ്യാനുള്ള കഴിവ് വേണം. നല്ല ആൾക്കാരോടൊപ്പം നിങ്ങൾ നടക്കണം, എന്നാൽ സാധാരണക്കാരും ഇവിടെ ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു. ഇനി അടുത്തത്, ഇഫ് നൈദർ ഫോഴ്സ് nor loving friends can hurt you. Neither foes. Foe means enemy. Actually, foe is the English word and enemy is a French word. And it is ironical that often we are forced to say the meaning of foe is enemy. യഥാർത്ഥത്തിൽ ഫോ എന്ന വാക്ക് ഫ്രഞ്ച് വാക്കും എനിമി എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കുമാണ്. എങ്കിലും നമ്മൾ പലപ്പോഴും ഫോ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, നമുക്ക് പലപ്പോഴും അറിയാറുമില്ല. അപ്പോഴും ഫോ ഇസ് ദ ഇംഗ്ലീഷ് വേർഡ് ഫോർ എനിമി. അപ്പോൾ ആക്ച്വലി ദാറ്റ് ഈസ് ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത്, ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു, എ ജെന്റിൽമാൻ മസ്റ്റ് ബി എ പേഴ്സൺ. ജെന്റിൽമാൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം? നൈദർ ഫ്രണ്ട്സ് നോർ ഫോഴ്സ് ക്യാൻ ഹർട്ട് യു. അപ്പോഴ് ശത്രുക്കളോ മിത്രങ്ങളോ വേദനിപ്പിക്കാത്ത വ്യക്തിയായിരിക്കണം. ശത്രുക്കളാലോ, ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു. അപ്പോഴ് ഇഫ് നൈദർ ഫോഴ്സ്, എനിമീസ്, ശത്രുക്കളോ, നോർ ലവിംഗ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളോ, ക്യാൻ ഹർട്ട് യു, നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല എങ്കിൽ, അവർക്ക് വേദനിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് ശത്രുക്കളിൽ നിന്ന് വേദന ഉണ്ടാവാം, ദുഃഖങ്ങൾ ഉണ്ടാവാം. അതിനേക്കാൾ കൂടുതൽ വേദന ഉണ്ടാവുന്നത് ആരിൽ നിന്നായിരിക്കും? മിത്രങ്ങളിൽ നിന്നാണ്, അല്ലേ? there is a famous prayer, famous saying, ഒരു പ്രശസ്ത സേയിങ് ഉണ്ട്, in the form of a prayer. Oh God, deliver me from my friends, I shall take care of my enemies myself. എന്റെ ദൈവമേ, എന്നെ ഈ സുഹൃത്തുക്കളിൽ നിന്നൊന്ന് രക്ഷിക്കണമേ, എന്റെ ശത്രുക്കളുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നാണ് അയാൾ പ്രാർത്ഥിക്കുന്നത് ആ സേയിങ്ങില്. അതിനകത്ത് എന്താണ്? നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ സാധ്യതയുള്ളത്, ഏറ്റവും കൂടുതൽ ചതിക്കാൻ സാധ്യതയുള്ളത് ആരായിരിക്കും? നമ്മളുടെ മിത്രമായിരിക്കും, നമ്മളുടെ മിത്രങ്ങളായിരിക്കും. ശത്രുക്കൾ മാത്രമല്ല നമ്മളെ പറ്റിക്കുന്നത്, മിത്രങ്ങളും പറ്റിക്കാം. ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു, സുഹൃത്തുക്കൾക്കോ ശത്രുക്കൾക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, യു ആർ എ ജെന്റിൽമാൻ, നിങ്ങളൊരു ജെന്റിൽമാൻ ആണ്. എ ജെന്റിൽമാൻ കാനോട്ട് ബി, ഒരു ജെന്റിൽമാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഹർട്ട് ബൈ ഫ്രണ്ട്സ് ഓർ ഫോഴ്സ്. ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു, സുഹൃത്തുക്കൾക്കോ ശത്രുക്കൾക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് തന്നെയായിരിക്കും? യു ആർ എ ജെന്റിൽമാൻ. അപ്പോഴാ 4 ലൈൻസ്, 3 ലൈൻസ് ഒന്നുകൂടെ നോക്കി. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാധാരണക്കാരോടൊപ്പം നടക്കുന്നു, പക്ഷേ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ വെർച്യൂസ് ഒന്നും തന്നെ നഷ്ടപ്പെടുത്തുന്നില്ല. നിങ്ങൾ കൊള്ളാത്ത ആൾക്കാരോടൊപ്പം നടക്കുന്നു, പക്ഷെ നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുന്നു. ഇഫ് യു ക്യാൻ വാക്ക് വിത്ത് കിങ്സ്, നിങ്ങൾ വലിയ വലിയ ആൾക്കാരോടൊപ്പം നടക്കുന്നു, പക്ഷെ സാധാരണക്കാരുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കുന്നില്ല. അപ്പോഴും നിങ്ങളൊരു ജെന്റിൽമാൻ ആണ്. ഇനി ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു, സുഹൃത്തുക്കൾക്കോ ശത്രുക്കൾക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ, മുറിവേൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു ജെന്റിൽമാൻ ആണ്. Now, 4th line. If all men count with you, but none too much. If all men count with you, but none too much. If all men consider you, എല്ലാവരും നിങ്ങളെ പരിഗണിക്കുന്നു, പക്ഷെ ആരും കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ല. ആരും കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ല. എ ജെന്റിൽമാൻ വിൽ ഹാവ് ഫ്രണ്ട്സ്, ബട്ട് നോട്ട് തിക്ക് ഫ്രണ്ട്സ്, ടു സേ ദ ട്രൂത്ത്. ഒരു ജെന്റിൽമാന് ഒരു പക്ഷെ എന്ത് കണ്ടേക്കാം? ഒരു നോബിൾ മാന് ഫ്രണ്ട്സ് ഒരുപാടുണ്ടാവും, പക്ഷേ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് സാധ്യമല്ല, മിക്കവാറും കാണില്ല.
ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് ഫ്രണ്ട്സ് കണ്ടേക്കാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ചില കുട്ടികളെന്ന് പറയുന്നത് എന്തായിരിക്കാം, ആ കുട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വിഷമമായിരിക്കും. ആ കുട്ടി വന്നാൽ മതിയായിരുന്നു, വന്നാൽ എന്തൊരു രസമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു. അതേസമയം ആ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാൻ, നല്ല വ്യക്തി, ആ നല്ല കുട്ടി വന്നില്ല എന്നുള്ള വസ്തുത നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു വലിയ നഷ്ടബോധമൊന്നും തോന്നുകയില്ല. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോഴും ഒരു ജെന്റിൽമാനെ എല്ലാവരും അറിയും, പരിഗണിക്കും, പക്ഷെ ആരും കൂടുതലായിട്ട് പരിഗണിക്കത്തില്ല. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു, ഇഫ് ഓൾ മെൻ വാല്യൂ യു, ബട്ട് നൺ ടു മച്ച്, പക്ഷെ ആരും കൂടുതലായിട്ട് പരിഗണിക്കില്ല. ഇഫ് യു ക്യാൻ ഫിൽ ബട്ട് നൺ ടു മച്ച്. അപ്പോഴും പറഞ്ഞ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഈ സ്റ്റാൻസയിൽ? ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ദ ക്രൗഡ്, സാധാരണക്കാരോടൊപ്പം നടക്കുന്നു, പക്ഷെ ഒരിക്കലും എന്തുണ്ടാവുന്നില്ല, നിങ്ങളുടെ ഗുണങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു, ഓർ വാക്ക് വിത്ത് കിങ്സ്, രാജാവിനോടൊപ്പം നടക്കുന്നു, വലിയ വലിയ ആൾക്കാരോടൊപ്പം നടക്കുന്നു. നോ ലൂസ് ദ കോമൺ ടച്ച്, പക്ഷെ സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് പോകുന്നില്ല. ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു, നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങളുടെ മിത്രങ്ങൾക്കോ നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു, എല്ലാവരും നിങ്ങളെ പരിഗണിക്കുന്നു, ബട്ട് നൺ ടു മച്ച്, പക്ഷെ ആരും കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ല. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ്, അൺഫോർഗിവിംഗ്, നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഫോർഗിവിംഗ്, മാപ്പ് കൊടുക്കാത്ത സമയം. അൺഫോർഗിവിംഗ്, സമയം ആർക്കും മാപ്പ് കൊടുക്കില്ല. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ, സമയം ആരെയും കാത്തു നിൽക്കുകയില്ല. എനിക്കൊരു ഇച്ചിരി സമയവും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴ് ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ, 60 സെക്കൻഡും, ഒരു മിനിറ്റിലെ 60 സെക്കൻഡ് ഒരു മത്സര ഓട്ടത്തിന്റെ ഇമേജാണ്. ആ മത്സര ഓട്ടത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മിനിറ്റിലെ 60 സെക്കൻഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ആമയും മുയലും കഥയിൽ പറയുന്നത് പോലെ ഞാൻ വലിയ ഓട്ടക്കാരനല്ലേ, ഞാൻ കുറെ നേരം കിടന്നുറങ്ങിയതിന് ശേഷം ഓടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റിലെ 60 സെക്കൻഡും ആ മത്സര ഓട്ടത്തിൽ വിനിയോഗിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്? ജീവിതമാകുന്ന മത്സര ഓട്ടം. ജീവിതം ഒരു മത്സര ഓട്ടമാണ്. നിങ്ങൾക്ക് ഒരു മിനിറ്റാണ് ജീവിക്കാനുള്ളതെങ്കിൽ ഈ ഒരു മിനിറ്റും നിങ്ങൾ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ സമയം നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോഴങ്ങനെ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ ഓവർകം ചെയ്ത് പോകും. ബാക്കിയുള്ളവർ നമ്മളെ ഓവർടേക്ക് ചെയ്യും. ബാക്കിയുള്ളവർ നമ്മളുടെ മുമ്പിൽ പോകും. അപ്പോഴും നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു ജെന്റിൽമാൻ വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ, 60 സെക്കൻഡ് ഉപയോഗിച്ചിരിക്കണം. വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അപ്പോൾ നമ്മൾ 60 സെക്കൻഡും, ഒരു മിനിറ്റിലെ 60 സെക്കൻഡും നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അപ്പോഴെന്തൊക്കെ പറഞ്ഞു ഈ സ്റ്റാൻസയിൽ? ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു, നമ്മൾ ജനക്കൂട്ടത്തോടൊപ്പം, കുറഞ്ഞ ആൾക്കാരോടൊപ്പം സംസാരിച്ച് നടക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവരുടെ കുഴപ്പങ്ങളൊന്നും നമ്മളിലേക്ക് വരുന്നില്ല. വലിയ വലിയ ആൾക്കാരോടൊപ്പം നടക്കുന്നു. ഇഫ് വി ടോക്ക് വിത്ത് കിങ്സ് ഓർ വാക്ക് വിത്ത് കിങ്സ്, നോ ലൂസ് ദ കോമൺ ടച്ച് എന്ന് വിചാരിച്ച് സാധാരണക്കാരുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു, ശത്രുക്കൾക്കോ മിത്രങ്ങൾക്കോ നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു, എല്ലാവരും നിങ്ങളെ പരിഗണിക്കുന്നു, ബട്ട് നൺ ടു മച്ച്, പക്ഷെ ആരും കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ല. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ്, ഒരിക്കലും മാപ്പ് തരാത്ത സമയം, ആ സമയത്ത് നിങ്ങൾ ഫുള്ളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ
ടൈമിനെ നിങ്ങൾ ഫുള്ളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ജീവിതമാകുന്ന 1 മിനിറ്റിലെ മത്സര ഓട്ടത്തിൽ നിങ്ങൾ 60 സെക്കൻഡ് ഓടുകയാണെങ്കിൽ, yours is the earth and everything that is in it. You are a perfect gentleman. ഈ ഭൂമി നിന്റേതായിരിക്കും, everything that is in it, and which is more, you will be a man, my son. You will be a man. You will be a perfect man. നീ നല്ല ഒരു വ്യക്തിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതാണ് 4th സ്റ്റാൻസ. ഒന്ന് വായിച്ചു നോക്കൂ. Okay, ഒന്നുകൂടെ നോക്കത്. 4th stanza, the last stanza of the poem. If you can talk with the crowds and keep your virtue, or walk with the kings, nor lose the common touch, if neither foes nor loving friends can hurt you, if all men count with you, but none too much, if you can fill the unforgiving minute with the 60 seconds worth of distance run, yours is the earth and everything that is in it, and which is more, you will be a man, my son. If you can talk with the crowds, if you can talk with the common people, if you can talk with the fools, വെറും സാധാരണക്കാരുമായിട്ട് നിനക്ക് ഇടപഴകി പോകാൻ കഴിയുമെങ്കിൽ, and keep your virtue when you are face to face with the common people, when you are talking to all and sundry, when you are talking to all people, when you are talking to the low class people, what will happen? There is a possibility of losing your goodness. കുറഞ്ഞ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറഞ്ഞ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു, പക്ഷെ നമ്മളുടെ ക്വാളിറ്റി കുറയുന്നില്ല. നമ്മളുടെ വെർച്യൂസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് എ ജെന്റിൽമാൻ. Or walk with the kings, walk with noble persons, nor lose the common touch, but nor lose the common touch. അപ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും സാധാരണക്കാരെ മറന്ന് പ്രവർത്തിക്കുന്നില്ല. Nor lose the common touch. If neither foes nor loving friends can hurt you, ശത്രുക്കളോ മിത്രങ്ങളോ നമ്മളെ വേദനിപ്പിക്കുന്നില്ല. The foes are in the habit of hurting you. Similarly, our friends are also in the habit of hurting. ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കും, അതേപോലെ തന്നെ മിത്രങ്ങൾ ഉപദ്രവിക്കും. ശത്രുക്കളെക്കാൾ കൂടുതലാണ് മിത്രങ്ങളുടെ ഉപദ്രവം. അപ്പോൾ ഇവർ രണ്ടുപേർക്കും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, if neither friends nor love, if neither foes, if neither enemies nor loving friends can hurt you, you can pass for a gentleman. If all men count with you, if all men considers you, ഗ്രൂപ്പിലെ എല്ലാവരും നിങ്ങളെ കൺസിഡർ ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു. All men count with you, but none too much. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഇല്ല. All men count with you, but none too much. എല്ലാവരും നിങ്ങളെ കൗണ്ട് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്, ആരും ഓവറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോഴും നിങ്ങളൊരു ജെന്റിൽമാൻ ആയിരിക്കും. If you can fill the unforgiving minute with the 60 seconds worth of distance run, if you can fill, if you can be active, if you can be active in all your life, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ എന്താണ്? ഒരു മത്സര ഓട്ടമാണ്. എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജന്മത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഒരു കൂട്ടയോട്ടമാണ് ജീവിതം. If you can fill the unforgiving minute with the 60 seconds worth of distance run, അപ്പോൾ ജീവിതമാകുന്ന മത്സര ഓട്ടത്തിൽ നമ്മൾ ഫുൾ ടൈം യൂട്ടിലൈസ് ചെയ്തിരിക്കണം. അപ്പോൾ ആ 1 മിനിറ്റിൽ 60 സെക്കൻഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിത വിജയം സാധ്യമാവുകയുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ജെന്റിൽമാൻ ആയിട്ട് മാറുന്ന വ്യക്തി. If you can fill the unforgiving minute with 60 seconds worth of distance run, you versus the earth and everything that is in it. You will be the master here. You will be a perfect man here. You versus the earth and everything that is in it. And which is more, you will be a man, means gentleman. You will be a man. So, in the last stanza of the poem, the poet is concerned with certain qualities. The poet says that if one can talk, or if one can indulge, or if one can mix with common people, if one can mix with the common people freely, but he can keep his virtues. സാധാരണക്കാരുമായിട്ട് ഇടപഴകാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെ ഇടപഴകുമ്പോൾ തന്റെ കഴിവുകളൊന്നും തന്റെ ഗുഡ്നെസ്, നന്മകളൊന്നും, വേർച്യൂസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുകയും ചെയ്യുമെങ്കിൽ, ഇഫ് ഹി ക്യാൻ മിക്സ് വിത്ത് ഗ്രേറ്റ് പേഴ്സൺസ്, മഹത് വ്യക്തികളുമായിട്ട് സുഹൃത്ത് ബന്ധമുണ്ടാവുകയും അവരോടൊപ്പം നടക്കുമ്പോൾ സാധാരണക്കാരെ മറക്കുന്നുമില്ല എങ്കിൽ, he is a gentleman. If neither foes nor loving friends can hurt you, നിങ്ങളെ ആർക്കും വേദനിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, if you can consider friends and enemies alike, and if you can fill the unforgiving minute with 60 seconds worth of distance run, നിങ്ങൾക്ക് ജീവിതത്തിൽ 60 സെക്കൻഡ് പ്രവൃത്തി കൊണ്ട് നിറയ്ക്കാൻ പറ്റുമെങ്കിൽ, ഇഫ് യു ആർ ആക്റ്റീവ് ടു ദ വെരി എൻഡ് ഓഫ് യുവർ ലൈഫ്, യു വേഴ്സ് ദ എർത്ത്, യു വിൽ ബി ദ മാസ്റ്റർ ഓഫ് എവരിതിങ്, യു വിൽ ബി എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഇത്രയുമാണ് ഈഫ് എന്ന പോയത്തിൽ പറയുന്നത്. അപ്പോഴ് in the poem, the poet enumerates certain qualities. Poet is concerned with the question, what are the qualities that make a perfect gentleman? You yourself will have certain qualities, and you may think that certain qualities are good for a perfect gentleman. Just like that, the poet thinks that certain qualities are needed for a gentleman. And he enumerated these qualities in 4 stanzas. The poem is addressed to his son. The poet wants his son to be a perfect gentleman. And so he enumerates the qualities that will make a perfect gentleman. In 4 stanzas, he enumerates, or he underlines the qualities that make a perfect gentleman. And it is to be noted that the poem is a didactic poem, and naturally it instructs us. The poet is concerned with the qualities that make a gentleman. In 4 stanzas, the poet made it clear what are the qualities that are needed for a gentleman according to the poet. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ പോയം വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയതിന് ശേഷം ഇനിയിപ്പോ അതിന്റെ നോട്ട്സ് അയച്ചു തരാം. അവർ അപ്രീസിയേഷനും കുറച്ച് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് അയച്ചു തരുന്നുണ്ട്. അതിനു മുമ്പ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. വായിച്ച് എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പോയിന്റ്സ് ഡിഡാക്ടിക് പോയമാണ് ഇഫ് എന്ന് പറയുന്നത്. കിപ്ലിങ്ങിന്റെ ഒരു ഡിഡാക്ടിക് പോയമാണ്. ദ പോയറ്റ് അഡ്രസ്സസ് ഹിസ് സൺ. ദ പോയറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. സെൽഫ് കോൺഫിഡൻസ്, പൊളൈറ്റ്നെസ്, honesty, straightforwardness, the quality to dream, the quality to think, the quality to face triumph and disasters in the same manner. The gentleman will not hate others even if others hate him. The gentleman will not be disturbed if the truth he speaks is distorted by knaves or rascals. A gentleman must be adventurous. He will risk everything. He will start from the very beginning. He will have the capacity to start from the very beginning. He will have the willpower. He can mix with the crowds, that is, mix with the common people as well as kings alike.
He cannot be hurt if neither force nor loving friends can hurt him. He will fill the unforgiving minute with 60 seconds worth of distance run. He will be very active in life. So these are the qualities that the poet says about. These qualities will make a perfect gentleman. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നോട്ട്സ് പറഞ്ഞുതരാം. അതിനുമുമ്പേ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം. ഒരു അപ്രീസിയേഷനും കോംപ്രിഹെൻഷനും ഒക്കെ ആയിട്ട് അയച്ചു തരുന്നുണ്ട്. നല്ല രീതിയിൽ പോയംസ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോയമാണ്. മറ്റ് പോയംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് പോയം, ഏറ്റവും ഡിഫിക്കൽട്ട് പോയമെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ